പരിസ്ഥിതി ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ദ ഗ്രീൻ റൺ 2026 മാരത്തോൺ തലസ്ഥാനത്ത് കവടിയാർ കൊട്ടാരത്തിൽ ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഉദയസമുദ്ര ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസും സ്കൽ ഇന്റർനാഷണലും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പാളയം രക്തസാക്ഷി മണ്ഡപം വരെയാണ് മാരത്തോൺ. ഇപ്പോൾ അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശാലിനിയുണ്ട് അവിടെ നിന്ന് വിവരങ്ങൾ നൽകാൻ. ശാലിനി, പരിസ്ഥിതി ദിനം അത് ആഘോഷിക്കണം, അതിനനുസരിച്ചുള്ള സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടിയുള്ള ദ ഗ്രീൻ റൺ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ആരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥികൾ? വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടുള്ള പൊതുപരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തലസ്ഥാനത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. കവടിയാറിൽ നിന്നും ഇതാ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള കൂട്ടയോട്ടം ആരംഭിച്ചിരിക്കുകയാണ്. മാരത്തോൺ ആരംഭിച്ചിരിക്കുകയാണ്. കൃത്യമായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക. അതിന് തലസ്ഥാനത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഉദയസമുദ്ര ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസും സ്കൽ ഇന്റർനാഷണലും സംയുക്തമായാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. പാളയം രക്തസാക്ഷി മണ്ഡപം വരെയാണ് മാരത്തോൺ. കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ട് എനിക്ക് തോന്നുന്നു ചെറിയ മഴയുണ്ടെന്ന് തോന്നുന്നു. അതൊന്നും വകവെക്കാതെയാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ ഒരു നല്ല സന്ദേശം ആൾക്കാരിലേക്ക് അതിൽ അവബോധം സൃഷ്ടിക്കാനായി ഇത്തരത്തിലൊരു മാരത്തൺ നടക്കുന്നത്. ശാലിനി അല്പസമയത്തിനകം തന്നെ ചേരും നമുക്ക് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. ഓരോ പരിസ്ഥിതി ദിനവും ഓരോ മുന്നറിയിപ്പാണ്. അപ്പോൾ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട മാരത്തോണുകൾ നടക്കുന്നു, സെമിനാറുകൾ നടക്കുന്നു. എല്ലാത്തിലും ഉപരി മരം വെച്ചുപിടിപ്പിക്കുന്ന കുഞ്ഞു കുട്ടികളെ. അതെ, മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. എല്ലാ സ്കൂളുകളിലും തൈ വിതരണം ചെയ്യും, അത് വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കുക. സ്കൂളിൽ ഇത്തരത്തിൽ മരം നടുക, പ്ലക്കാർഡ് ഉണ്ടാക്കുക, എന്തെങ്കിലുമൊക്കെ ഒരു ക്വിസ് കോമ്പറ്റീഷനൊക്കെ ഇന്ന് ഉണ്ടാകുമായിരിക്കും. അതെ. എന്തായാലും വളരെ സന്തോഷകരമായ ഒരു ദിനമായിരിക്കട്ടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം.